Yeah. Excuse me, are you Mr. Shakil? Yes. And you're Miss Veera? Yes. You called me on the phone? Yes, yes. Yes, come on. Autograph, please. What? Autograph, please. What do you mean? Bye. मुझे शकील के बारे में कुछ नहीं मालूम जी। शकील कहाँ है? मुझे नहीं एक और चांस देता हूँ बस। बता जी मुझे। बता कहाँ है शकील? बता। नहीं मालूम मुझे। Stop it. अबे तो छोड़ दो उसे। क्या? तेरा शकील मेरे पास है। What? Yes. എന്റെ കയ്യിലുണ്ട് നീ അന്വേഷിക്കുന്ന ഷക്കീൽ. ഒരു പുല്ലും ചെയ്യാൻ ധൈര്യം വരില്ല നിനക്ക്. ദാ ഈ പീരങ്കി ഇങ്ങനെ രവിമാമന്റെ നേർക്ക് ചൂണ്ടിപ്പിടിച്ച് നിൽക്കാമെന്നല്ലാതെ നിറയൊഴിക്കാൻ കൽപ്പന കിട്ടിയിട്ടില്ല നിനക്ക്. ഫ്രം യുവർ ബോസ്, ഫ്രം ഡൽഹി. യുവർ ബോസ്, ദ ഫോർമിഡബിൾ ഫോർമർ സെൻട്രൽ മിനിസ്റ്റർ KJ നായർ. തൽക്കാലം രവിമാമനെ കൊല്ലുന്നത് കാണാനല്ല, രവിമാമന്റെ തകർച്ച അത്രേ വേണ്ടു നിനക്ക്. നിനക്കല്ല, നിന്റെ ഗോഡ് ഫാദർ എന്റെ പഴയ മന്ത്രി KJ നായർക്ക് അല്ലേ? അതേടാ, ഡൽഹിയിലെയും UP-യിലെയും പിന്നെ മറാത്തയിലെയും തെലങ്കാനയിലെയും തമിഴകത്തിന്റെയൊക്കെ ബഹുജന നേതാക്കന്മാരുടെ കോടിക്കണക്കായ കോഴപ്പണം കടൽ കടത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അലക്കി വെളുപ്പിച്ചിട്ട് ഇവിടെ ഈ മരുഭൂമിയിൽ സ്കൈ ക്രേപ്പേഴ്സും സാറ്റലൈറ്റ് ചാനലുകളും നാർക്കോട്ടിക് ശൃംഖലകളും കെട്ടിപ്പൊക്കുന്ന നിന്റെ ബോസ് ഉണ്ടല്ലോ, ദ റോയൽ മണി ലോണ്ടർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്, ദ ഗ്രേറ്റ് KJ നായർ. ആ ബ്ലഡി സൺ ഓഫ് എ ബിച്ചിന്റെ ക്രിമിനൽ സിൻഡിക്കേറ്റിൽ ഒരു ഓവർസീസ് പ്രതിപുരുഷന്റെ വേഷം മാത്രമല്ല നിനക്കിപ്പോ ഒരു ബഹുത് ബഡാ മിഷൻ കൂടെ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ടു ഡിസ്ട്രോയ് മീ അല്ലേ? എന്നെ നശിപ്പിക്കണം നായർ. എന്നിട്ടെല്ലാം നഷ്ടപ്പെട്ട രവിമാമനെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് അയാളുടെ കാൽക്കീഴിൽ എറിഞ്ഞു കൊടുക്കണം നീ. ദാറ്റ്സ് യുവർ മിഷൻ. അതുവരെ നിനക്ക് ഇങ്ങനെ തൂക്കിപ്പിടിച്ച് നിൽക്കാം, പക്ഷേ നിറയൊഴിക്കാനാവില്ല. സോ കൃഷ്ണനാരായൺ ഭട്ടാജി, പ്ലീസ് ടെൽ ദാറ്റ് ഓൾഡ് ബ്ലഡി ബാസ്റ്റർഡ് വെൻ യു കോൾ ഡൽഹി, ഒന്നും മറന്നിട്ടില്ല രവിമാമനെന്ന്. ടെൽ ഹിം ദാറ്റ് ഐ ആം ജസ്റ്റ് ബീയിങ് പേഷ്യന്റ്. Patient till the day I get to hit back. ए मेजर साहब, रुक जा और सुन, तू 2 बार मेरे अड्डे पर आया और दोनों बार जीत तेरी हुई। इस बार जो मैं कह रहा हूं उसे जरा कान खोल के सुन। तू तीसरी बार मिलेगा मुझे, लेकिन तीसरी बार जीत तेरी नहीं होगी। तीसरी बार जीत होगी तो सिर्फ कृष्ण नारायण भट्टा की। I am sorry Krishna Narayan Bhatta and I pity you. जा പിന്നെ നിന്റെ ഷക്കീൽ ചെറിയൊരു പാഠത്തിന് അത്യാവശ്യം ഒന്ന് തീ വെച്ച് പുള്ളി കരയിച്ചിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹേയ് പേടിക്കണ്ട, ജസ്റ്റ് an ആക്സിഡന്റ്. ഇനി ദൈവം നേരിട്ടിറങ്ങി ഒന്ന് ചോദിച്ചാലും ശരി, അതിൽ കൂടുതൽ ഒരൊറ്റ അക്ഷരം പറയില്ല പാവം ഷക്കീൽ. He's so scared. പിന്നെ ഇനി ഒരു തവണ കൂടി എന്റെ പെങ്ങളുടെയോ എനിക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും നേർക്ക് ഒരു തുള്ളി പൂഴി നീ നുള്ളി എറിഞ്ഞാലുണ്ടല്ലോ, I will simply slice this off. വെട്ടിയെറിഞ്ഞ് നിന്റെ മുതക്കൻ നായർക്ക് അയച്ചു കൊടുക്കും. मुझे एक चीज मांगता है, एक कीमती चीज मांगता है. Tell me भट्टाजी, എന്തായാലും ശരി, എത്ര കോടിയായാലും ശരി, എന്ത് വേണം ഭട്ടാജിക്ക് പറയൂ, ഈ വിക്ടർ കൊണ്ടുവരൂ. मुझे वो साला गैम्बलर चंद्र नायर चाहिए. ചന്ദ്രൻ നായർ? Praise the Lord ഭട്ടാജി, praise the Lord.
ഹായ് മേജർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്നാ മുടിഞ്ഞ ട്രാഫിക് എന്റെ അമ്മോ. എന്റെ പള്ളി ധാരപ്പ ദേ മൊത്തത്തിൽ ഇത്തിരി നരച്ചു കൊരച്ചു പോയാൽ എന്നാ നല്ല ചരക്കായിട്ട് ഇരിക്കല്ലേ എപ്പോഴും ചന്ദ്രൻ നായര് അല്ലേ മേജറെ? കഴുതേ കൊഞ്ചാതിരിക്കല അവിടെ. ദേ 3/4 മണിക്കൂറായി നിന്നെ കാത്തിരിക്കുന്നു പറഞ്ഞ് മീശ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രേട്ടൻ. ഓ പിന്നെ ചന്ദ്രേട്ടനോ മീശ പിരിക്കാനോ എന്നോടോ? അതെ, എലഞ്ഞിപ്പുഴ മാണിക്യത്ത് ശേഖരൻ നായർ ചന്ദ്രശേഖരൻ നായരെ മോന്ത വെപ്പിച്ചോണ്ടല്ലോ പ്ലച്ചേന്ന് വെച്ച കുത്തൂത്തി തരും ഞാൻ. ആ അതെ ചന്ദ്ര, കള്ള നായരെ ഒന്ന് കൂടണ്ടേ നമുക്ക്? ആ മേജർക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തെ പാർട്ടിക്ക് മേജർ ഒരു 21 പെഗ് അടിച്ചിട്ട് കല്ല് പോലെ, ഞാൻ ഒരു 18, ചന്ദ്രേട്ടൻ 19. പക്ഷെ ഇത്തവണ ഞാൻ ഈ നായരെ ബീറ്റിയിലും കൊണ്ടല്ലോ എന്നെ ദിങ്ങനെ 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 വിളിച്ചോ. ലെഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോത്തൻ യു ആർ ഇൻ എ മീറ്റിംഗ്. അയ്യോ സിറ്റ് ഇരിയടാ അവിടെ. ഓക്കെ 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 സോറി. സോ ചന്ദ്രേട്ടൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഗ്രൂപ്പിലെ പല കമ്പനികളുടെയും ഡയറക്ടർ ബോർഡിൽ ഇവന്റെ പേരുണ്ട്. വെറുതെ നാം കെ വാസ്തെ ഡയറക്ടർ. ഒരു തൊഴിലും ചെയ്യാതെ ശമ്പളവും പേർക്സും പ്രോഫിറ്റ് ഷെയറും വർഷാവർഷം ഈ കളർ ആസ്കലിന്റെ പേര് നമ്മുടെ ബാങ്കിൽ അടയ്ക്കുന്നുണ്ട്. അല്ല ചായ, അതേലൊന്നും കയറി കാലണ കൈകൊണ്ട് തൊട്ടിട്ടില്ലേ ഞാൻ. ബാങ്കിൽ എത്ര ഉണ്ടെന്ന് പോലും അറിയത്തില്ല എനിക്ക്. അറിയത്തില്ലെങ്കിൽ അറിയണം. ഇനി മുതൽ ഓരോന്നും കിള്ളിക്കീറി അറിയാൻ പോവാണ് നീ. മേജർ ഷട്ട് അപ്പ്. ചന്ദ്രേട്ടൻ മേക്ക് ഓൾ നെസസറി അറേഞ്ച്മെന്റ്സ്. ഒറ്റ വർഷം സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോവാണ്. അയ്യോ, രവി മാമൻ ഗ്രൂപ്പിലെ ഓരോ ഡിവിഷനിലും യു വിൽ വർക്ക്. എല്ലാ കമ്പനികളിലും ഡയറക്ടർ ആകുവാണ് നീ ഇന്ന് മുതൽ, വിത്ത് ഓൾ ഫെസിലിറ്റീസ് ബട്ട് ഓഫ് കോഴ്സ് റെസ്പോൺസിബിലിറ്റീസ്. പക്ഷേ ചായ ഞാൻ ഐ സെഡ് ഷട്ട് അപ്പ്. ഇത്രയും കാലം നീ ഇങ്ങനെ തിണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട് മതിയായി എനിക്ക്. ഗോൾഡ് മൈനയുടെ ബപ്പാട്ടിയുടെ ബോഡി ഗാർഡ്, ഏതോ 4ാം കട സ്ട്രിപ്റ്റീസ് ജോയിന്റിലെ ബൗൺസർ. ഇനഫ് വിത്ത് യുവർ ഡേർട്ടി ജോബ്. ഐ വിൽ ഗിവ് യു ജസ്റ്റ് 1 വീക്ക്. മിക്കവാറും അടുത്ത ആഴ്ച ഒരു യാത്രയുണ്ട് എനിക്ക്, എ ബിസിനസ് ടൂർ ടു ദ വെസ്റ്റ്. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് മുതൽ നീ ഇവിടെ തന്നെ ഉണ്ടാവും ഈ ഓഫീസിൽ. 1 വർഷം കഴിഞ്ഞ് യു വിൽ ബി മെയ്ഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ ഓൾ ദ ഡിവിഷൻസ് ടുഗദർ. പിന്നെ ചന്ദ്രേട്ടാ, എന്റെ ആബ്സെൻസിൽ ചന്ദ്രേട്ടൻ എന്ത് തീരുമാനമെടുത്താലും അത് ഇവനും കൂടെ അറിഞ്ഞു വേണം, ഇവനോട് കൂടെ ആലോചിച്ച് വേണം, പോസിറ്റീവ്ലി അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. What do you mean, Ravi? ചന്ദ്രേട്ടൻ എന്താ പെട്ടെന്നൊരു I'm all right. എന്തോ പെട്ടെന്ന് രവി ഒരു തീരുമാനം പറഞ്ഞപ്പോ ഐ ഗോട്ട് എ ഷോക്ക്. അറിയാലോ രവി, 100 കണക്കിന് കോടികൾ വന്നു മറിയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ എല്ലാ ഭാരങ്ങളും ഈ കിരണനെ പോലെ ഒരു ന്യൂ കമ്മറുടെ തലയിൽ കെട്ടിയേൽപ്പിക്കാന്ന് പറയുമ്പോ ഇറ്റ്സ് സൂയിസൈഡൽ. കമ്പനി അത് താങ്ങില്ല. ഹീസ് ടു ഇമ്മച്ചുവർ ആൻഡ് ഹീസ് such an irresponsible fool. ചന്ദ്രേട്ടൻ പറഞ്ഞ ചായ ശരി. യാതൊരു മുൻപരിചയവും ഇല്ലാതെ യാതൊരു അച്ചടക്കമില്ലാത്ത എന്നെ പോലെ ഒരാളെ ഇത്രയും വലിയൊരു സ്ഥാപനം ഏൽപ്പിക്കാന്ന് വെച്ചാൽ സത്യം പറഞ്ഞത്. ഷട്ട് അപ്പ് യു ഫൂൾ. അച്ഛനൊക്കെ നിന്നെ പഠിപ്പിക്കാൻ എനിക്കറിയാം. പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ പട്ടാളത്തില്. ഐ നോ ഹൗ ടു. ആൻഡ് ചന്ദ്രേട്ടൻ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിം. ഐ എം സോറി. ചന്ദ്രേട്ടൻ അറിയില്ല, തനിക്ക് കാഞ്ഞിരപ്പള്ളി സ്ലാങ് വിട്ട് വലിയ ഹാഷ് പൂഷ് ഒന്നും ആയില്ലെങ്കിലും പഴയൊരു ഡോൺ സ്കൂൾ പ്രോഡക്റ്റ് ആണ് പ്ലാന്റർ ഷെവലിയാർ ചെറിയാൻ പോത്തന്റെ ഈ ഒറ്റ മകൻ. നിങ്ങൾക്കറിയില്ല എന്റെ ഈ കള്ള കഴിവേറി ലെഫ്റ്റനന്റിന്റെ മെറ്റൽ. ഹീസ് എ thoroughbred. ഹീസ് ഫിറ്റ് ഫോർ ദ ജോബ്. ഒരുപക്ഷെ എനിക്കും ചന്ദ്രൻ നായർക്കും കഴിയാത്തത് ഇവന് കഴിഞ്ഞു വന്നു വരും. യെസ്, കൺഗ്രാറ്റുലേഷൻസ് യങ് മാൻ. വെൽക്കം ടു ദ ടോപ്പ്. സീ യു രവി. പിന്നെ ചന്ദ്രേട്ടാ ഒന്ന് പറയാൻ വിട്ടു. ഇനി മുതൽ ചന്ദ്രേട്ടൻ സൈൻ ചെയ്യുന്ന ഓരോ ചെക്ക് ലീഫിലും ഇവനും ഒപ്പുവെച്ചിരിക്കണം. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് ട്രസ്റ്റ് യു. ഉത്തരവാദിത്തങ്ങൾ തനിച്ചേക്കണ്ട, ഷെയർ ചെയ്ത് പഠിക്കട്ടെ ഇവനും. Yes, you are right. You have an appointment at Hyatt with Sir Arthur Williams. Yes. സായിപ്പിനോട് എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞു. But Ravi, go ahead. ഇതൊക്കെ നിനക്ക് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് ആണ്. ടേക്ക് ഇറ്റ്. ചായ പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എന്നെ എങ്ങനെയും ഒന്ന് ഒഴിവാക്കണം പ്ലീസ്. പറഞ്ഞല്ലോ, ദിസ് ഈസ് മൈ ഡിസിഷൻ. വേണമെങ്കിൽ നിനക്ക് ധിക്കരിക്കാം. ആൻഡ് യു ക്യാൻ ഗോ ബാക്ക്. എവിടേക്ക് വേണമെങ്കിലും നിനക്ക് തിരിച്ചു പോകാം. കാഞ്ഞിരപ്പള്ളിയിലേക്കോ വട്ടക്കാട്ടിലേക്കോ ജോഹന്നാസ്ബർഗിലേക്കോ എവിടേക്ക് വേണമെങ്കിലും. പക്ഷേ പിന്നീട് നമ്മൾ തമ്മിൽ കാണില്ല ജീവിതത്തിൽ ഒരിക്കലും. Come on, Lieutenant. You need a drink? I don't know. Then I need one. Come. Va. Cheers. എന്താടാ? അല്ലേ യൂസ്പേ, ഇതിപ്പോ എത്രാമത്തെ തവണയാടാ മേജർ ചേസ് പറയുന്നത്? അറിയാം. This is my 12th spec. നീ എണ്ണുന്നുണ്ടാ? അയ്യോ ഇല്ല. പിന്നെ നീയോ? ഏയ് ഇല്ലില്ല. Cheers മേജർ. Cheers.
പറടാ, എന്താ നിനക്കുന്നൊരു നനഞ്ഞ ചേഴ്സ്? എന്താ ഒരു തണുപ്പ്? വാട്ട് മേക്സ് യു ഇല്ല മേജർ, ഐ എം പെർഫെക്റ്റ്. അത് ചുമ്മാ മേജർക്ക് വെറുതെ. നിർത്തറ. എനിക്കറിയാം, ഞാൻ എത്രയൊക്കെ നിർബന്ധിച്ചാലും എത്രയൊക്കെ സ്നേഹം വെച്ച് നീട്ടിയാലും ഒക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് എങ്ങോട്ടൊന്നില്ലാതെ പോണം നിനക്ക്. അതാ നിന്റെ മനസ്സിലിരിപ്പ് അല്ലടാ? അയ്യോ മേജർ, പിന്നെ ഇച്ച അത് ലുക്ക്, ഐ എം എ ബിറ്റ് വെറിഡ് അബൌട്ട് ചന്ദ്രേട്ടൻ. ഓഹോ, വൈ? അത് പുള്ളിക്കാരൻ ഇന്നാകെ ഷാറ്റേഡ് ആയിട്ട് ഇറങ്ങിപ്പോയത് ഇച്ചായന്റെ ഓഫീസിൽ നിന്ന്. സോ വാട്ട്? അല്ലാതെ ഇച്ചായനും ചന്ദ്രേട്ടനുമായിട്ടുള്ള പഴയ ബന്ധങ്ങളൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ എന്റെ വരവേണ്ടൊരു. Shut up, you fool. പഴയൊന്നും നീ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട എനിക്ക്. പഴയൊന്നും മറക്കാറില്ല. മറന്ന ശീലമില്ല രവിമാമന്. പണ്ട് ബാംഗ്ലൂരിൽ ഒരു 6 മാസത്തെ വിചാരണ തടവും കഴിഞ്ഞ് ശിക്ഷയില്ലാതെ ജയിലിൽ നിന്നിറങ്ങി നിന്നെ അന്വേഷിച്ച് ബോംബെയിലെത്തി നേരെ ചെന്ന് പെട്ടത് ഒരു പഴയ ശത്രുവിന്റെ മുന്നിലാണ് ഞാൻ. പക തീർക്കാൻ അവസരം കാത്തു നിൽക്കുന്ന ഒരു പഴയ ശത്രു, പഴയ കേന്ദ്രമന്ത്രി KJ നായർ. മറാഠ പോലീസിലെ പ്രമാണിമാരുടെ പിൻബലത്തിൽ കെണിവെച്ച് വളഞ്ഞു പിടിച്ച് വെട്ടിയും കുത്തിയും ജീവൻ ബാക്കിയുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അന്നെ കെട്ടിയെടുത്ത് പുറംകടലിൽ എറിഞ്ഞു കളഞ്ഞു നായരുടെ ആൾക്കാര്. ഒടുവിൽ ആരാ എന്താണെന്നറിയാതെ കടലിൽ ഒഴുകി നടന്ന ജീവച്ഛവത്തിനെ രക്ഷിച്ചെടുത്ത് സ്മഗ്ലിംഗ് ലോഞ്ചിൽ ഈ കര അടുപ്പിച്ചത് ദൈവത്തിന്റെ രൂപത്തിൽ അവതരിച്ച ചന്ദൻ പാപ്പ. ബോധവും ആരോഗ്യം വീണ്ടു കിട്ടി പകരം വീട്ടാനുള്ള പുറപ്പാട് കണ്ടപ്പോ പാവം പറക്കമുറ്റാത്ത എന്റെ ആലീസ് മോള് ഈ ഭൂമിയിൽ ആരുമില്ലാത്തവളായി പോകും, തനിച്ചായി പോകുമെന്ന് ഭയപ്പെടുത്തി ഇവിടെ തന്നെ നിർബന്ധമായി പിടിച്ചു നിർത്തിയ സ്വാമിനാഥൻ സാർ, പോർട്ടിലെ കുഞ്ഞാപ്പുട്ടിക്ക, ഇവിടെ വന്നുപെട്ട കാലം മുതൽ നിഴൽ പോലെ കൂടെയുള്ള ഇവൻ ഈ യൂസഫ്, പിന്നെ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ ഒരുപെട്ട നീയെ, ഒരാളെയും മറക്കാൻ പറ്റില്ലടാ. ഒന്നും മറക്കാൻ പറ്റില്ല രവിക്ക്. ഒക്കെ കഴിഞ്ഞിട്ട് ബിസിനസ്സിന് ഞാൻ പച്ച പിടിക്കുന്ന കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ ഒരു കാര്യസ്ഥനെ പോലെ വന്ന് കയറിയ ആളാ ചന്ദ്രേട്ടൻ. ഒരിക്കലും എന്റെ ജഡ്ജ്മെന്റുകൾക്ക് വഴങ്ങി തന്നിട്ടില്ലാത്ത മനുഷ്യൻ, ഒരുപാട് മോഹങ്ങൾ ഇനിയും ബാക്കിയുള്ള മനസ്സ്. പക്ഷേ നിന്നെ ഇവനെയൊക്കെ പോലെ തന്നെ ഇഷ്ടമായി എനിക്ക് ചന്ദ്രേട്ടനെയും. ദാറ്റ്സ് വൈ ഐ ട്രസ്റ്റ് ഹിം, ദാറ്റ്സ് വൈ ഹി ഈസ് സ്റ്റിൽ വിത്ത് മീ. എല്ലാത്തിന്റെയും തലപ്പത്തൊരു വാശിരി നിന്നെ ഇങ്ങനെ പിടിച്ചെടുത്തുമ്പോ അത് ചന്ദ്രേട്ടനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതണ്ട നീ. ഹീൽ ബി വിത്ത് us. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ബിസിനസ് മുഴുവനായും ചന്ദ്രേട്ടനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എന്റെ തീരുമാനം. കോടികളുടെ ആസ്തിയും ലാഭമൊക്കെ എനിക്ക് ചന്ദ്രേട്ടന് തനിച്ചെടുക്കാം. ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കേണ്ട നീ. സമയാവട്ടെ, ഞാൻ തന്നെ പറഞ്ഞോളാം. ശരി. ആ പിന്നെ പോർട്ടിലെ ബിസിനസ് മുഴുവൻ നിനക്ക്. എന്റെ പേരിലുള്ളതെല്ലാം ഇനി മുതൽ തനിച്ച് നോക്കിയെടുത്ത് നടത്തിക്കൊള്ളാം നീ. എന്താ പറ്റില്ല നിനക്ക്? ഞാൻ കരയാതെ കഴുതേ. ആ പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ തുല്യമായിട്ട് നിന്റെ ആലീസിന്റെയും പേരില്, അമ്മുവിന്റെയും വരമുദ്രയിലെ കുട്ടികളുടെയും പേരില് ഒക്കെ നിങ്ങളെ ഏൽപ്പിച്ചു തരാനാ എന്റെ തീരുമാനം. അല്ല മേജർ, എല്ലാം കൂടെ ഇങ്ങനെ വീതിച്ചെഴുതിയിട്ട്? ഏയ്, ഭാരങ്ങളെ താങ്ങാൻ മനസ്സും ആരോഗ്യം ഉള്ളപ്പോ തന്നെ എല്ലാം ഇറക്കി വെക്കുന്നതിന് സുഖമില്ലടാ. അത് മതി മേജർക്ക്. ദാറ്റ്സ് വെൽത്ത് ഇനഫ് ഫോർ മീ. മതിടാ. മണി ക്യാൻ മേക്ക് വൺ ഗെറ്റ് ഫെഡ് അപ്പ് അറ്റ് ടൈംസ്. പക്ഷേ പണമേ മടുത്തിട്ടുള്ള രവിക്ക് ജീവിതം ഇങ്ങോട്ട് വേട്ടയാടുമ്പോ തിരിച്ചു വേട്ടയാടാനുള്ള ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലടാ. അത് നഷ്ടമായിട്ടില്ല നിന്റെ ചൈന. പറഞ്ഞില്ലേ, KG നായർ, കിഷൻ ഭട്ട, വിക്ടർ സെബാസ്റ്റ്യൻ, പഴയതും പുതിയതുമായ ശത്രുക്കൾ. രവിമാമനെ തകർക്കാൻ അവരെല്ലാം ഒരുമിച്ചായിപ്പോ. ആൻഡ് ദേ വിൽ കീപ് മീ ബിസി. 12 വർഷം ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചതൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഇനി തോറ്റുകൊടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് മൈ ഡിസിഷൻ. ഏയ്, പേടിക്കാതടാ. ഇനി ഒരു ഏറ്റുമുട്ടലൂടെ വേണ്ടി വന്നാൽ ഐ ഡോണ്ട് വാണ്ട് ടു റിസ്ക് എനിത്തിങ് മോർ. എന്റെ സൂസന്നിയെ നഷ്ടപ്പെടുത്തിയതുപോലെ ഇനി ഒരാളെ കൂടെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് യു. പറടാ, എന്താ ആലീസും നീ തമ്മില്? അല്ല, അത് നിന്റെ പേര് പറയുമ്പോഴും നിന്നെ കാണുമ്പോഴും ഒക്കെ അവളെ കണ്ണ് തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നീ അതിന് സമ്മതിച്ചു കൊടുക്കുന്നതും കാണാറുണ്ട്. അറിഞ്ഞൂടെ നിനക്ക്? അയ്യോ ചായ, അല്ല, നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ടെൽ ഹർ. പറഞ്ഞു കൊടുത്താൽ മതി, അവൾക്ക് മനസ്സിലായിക്കോളും. അല്ല അത് പിന്നെ ആലീസിനും കൂടെ ഇഷ്ടമായ സ്ഥിതിക്ക്. അങ്ങനെ അവൾക്ക് നിനക്ക് ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ഇറ്റ്സ് അപ് ടു ബോത്ത് ഓഫ് യു. നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. പിന്നെ നിന്റെ ഈ കയ്യിലിരിപ്പിനെ നിന്റെ തടി നീ സൂക്ഷിച്ചോളാം. എന്റെ പെങ്ങളവള്. എന്റെ പള്ളി. അത് പേടിച്ച് രാജ്യം വിടാനും നിൽക്കേണ്ടത് കേട്ടല്ലോ.
Get me my drink. Cheers. Cheers. Cheers.